കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സാവിത്രി മുത്തശ്ശി അവസാനം ശങ്കരനാരായണോട് പറയാണ്, അതെ നിന്റെ മോൾ ഇപ്പൊ കരയുന്നുണ്ടെങ്കിൽ അതിന് നിനക്കൂടെ ഉത്തരവാദിത്വമുണ്ട്. ശ്രീകാന്ത് കൊണ്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീയും കൂടെ കാരണമാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശങ്കരനാരായണൻ പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ, ഞാൻ ഇതിനകത്ത് തെറ്റുകാരനല്ലെന്ന് പറയണം. നീയല്ല അവന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവന് വളം വെച്ചു കൊടുത്തേ, അതുകൊണ്ടല്ല അവന് ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പൊ നിനക്ക് കൈമറത്താനായിട്ട് പറ്റില്ല, നീ ഇതിനകത്ത് ഉത്തരവാദിയാന്ന് പറയാണ്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇവനും കൂടെ കൂടിച്ചേർന്നല്ലേ മുമ്പ് ആ വിക്രത്തിനെ കൊടുക്കാൻ ശ്രമിച്ചേ. അതൊക്കെ അവളിവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പൊ പിന്നെ നിനക്കും ഇത് പങ്കിലെന്ന് പറയാൻ പറ്റുമോ? ഒരു പക്ഷേങ്കില് നിന്റെ മകനെ പ്രേരിപ്പിച്ച നീയാന്ന് പറയാണ്. ഒന്നുമല്ലേ നീ ജസ്റ്റിസ് അല്ലേ, നിനക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ മേലേന്ന് ചോദിക്കാം. അല്ലമ്മേ അത് പിന്നെ ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ട ശങ്കര. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവള് വേദയാണ്. കാരണം അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന, സാധാരണ ഒരു പെൺകുട്ടികളെ പോലെയല്ല. അവളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അവൾ ഉറച്ചു നിൽക്കും. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസത്തെ പ്രത്യേകത നിനക്കറിയാലോ. ഞാൻ പറഞ്ഞു തിരുമേനി ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞ കാര്യം, അവൾക്കൊരു നല്ല ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളായിട്ട് അത് തല്ലിക്കെടുത്താണ്ട് ശ്രമിക്കരുത്. അവൾ എങ്ങനെയും പാവം അവിടെ ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ വെറുതെ അവളുടെ ജീവിതത്തിലേക്ക് ഒരു കരടായിട്ട് കയറി ചെല്ലുന്നേ? ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടുകൂടെ? അച്ഛനും മോനും കൂടെ ഇനി അവളുടെ പുറകെ നടന്ന് അവളെ ഇങ്ങനെ ഉപദ്രവിക്കില്ലെന്ന് പറയണം. അത് പിന്നെ അമ്മേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി. അവള് പറഞ്ഞ ഓരോ വാക്കുകളും ക്രൂരമായിട്ടാണ് എന്റെ ചെവിയിലേക്ക് തുളഞ്ഞു കയറിയത്. കാരണം അവൾക്ക് വിലയിടാൻ മാത്രം ഞാനായ 10 ലക്ഷം രൂപയാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ വാക്കുകൾ ഇത് കേട്ടതും പത്മ പറഞ്ഞു, അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാന്ന് കരുതിയാൽ പോരേന്ന് ചോദിക്കാം. നല്ലതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ നല്ലതിന് വേണ്ടിയിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇങ്ങനെയായിരുന്നു ചെയ്യണ്ടേ? ഇവനൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ. എന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ മേലായിരുന്നോ? ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസം കാണിച്ചോണ്ട് ഇപ്പൊ ആരായി തീർന്നു? ഒന്നുമല്ലായി തീർന്നില്ലെന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ നീ പറഞ്ഞേ, ഇനിയെങ്കിലും അവളെ വെറുതെ വിടുന്ന നല്ലതെന്ന് പറയണം. പക്ഷെങ്കിൽ ശങ്കരനാരായണ നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. ശങ്കരനാരായണ മുറിയിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് ചെന്നു. മുത്തശ്ശിക്ക് മനസ്സിലായി ശങ്കരന്റെ മനസ്സ് നല്ല വിഷമം വേദനയുണ്ടെന്ന്. മുത്തശ്ശിയെ കണ്ടതുടനെ ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കറിയത്തില്ലമ്മ എന്ത് ചെയ്യണമെന്ന്. ഒരു പക്ഷെ അവളിന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഒരച്ഛനെന്ന നിലയിൽ എന്നെ എത്രമാത്രം തളർത്തി കളഞ്ഞെന്നറിയാവോ? ഞാനൊരു ജസ്റ്റിസാണ്. കോടതിയിൽ ഞാൻ പലർക്കും പല ശിക്ഷാവിധികളും അതോടൊപ്പം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാ. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം മോളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയ അമ്മയെന്ന് പറയാണ്. ഇത് കേട്ടതും സാവിത്രി മുത്തശ്ശി അഴക്കിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട, നീ ഇതിനകത്ത് നിരപരാധിയാന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ നോക്കിക്കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. പണം കൊണ്ടേ കൊടുത്ത് ചിലപ്പോൾ അച്ഛൻ്റെ ഒത്താശയോടോ കൂടിയിട്ടാണ് അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ, നീ അതോർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞിട്ട് മകനെ ചേർത്ത് പിടിക്കുകയാണ്. സമാധാനിക്ക്, അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയെന്നോർത്ത് ഇനിയെങ്കിലും അവളുടെ പുറകെ നിങ്ങൾ പോകാതെ അവളെ ശല്യപ്പെടുത്താതിരിക്കുക. അവൾ അവളുടെ ജീവിതം ഒന്ന് ജീവിച്ചോട്ടെ, എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയെന്ന്. അതുകൊണ്ട് അതോർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാണ്. ആ സമയം വേദയ്ക്ക് ആകെ പഴയ ടെൻഷൻ ഉണ്ടായിരുന്നു. വേദയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഒരു പക്ഷെ ഒരിക്കലും താൻ പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ അതോർത്ത് വേദ ഇങ്ങനെ അടങ്ങിയിരിക്കാനായിട്ട് കൂട്ടാക്കില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് വേദ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാനും പോയില്ല. ഈ സമയം അടുക്കളയിൽ ചോറും കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു കമലയെ സഹായിച്ചുകൊണ്ട് ശ്രീജ അടുത്തുണ്ടായിരുന്നു. പിന്നീട് കമലയോട് ശ്രീജ പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ തന്നെ വരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കമല കഞ്ഞി വാർത്തോണ്ടിരിക്കുക. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് വേദ ചെല്ലുന്നത്. വേദ എന്നെ കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, അല്ല മോളെ എന്താ, നിനക്ക് എന്തേലും വേണോന്ന് ചോദിക്കുക. എനിക്കൊന്നും വേണ്ടമ്മ എന്ന് പറയണ. ഞാൻ എന്തേലും സഹായിക്കാന്ന് പറയണ. വേണ്ട, ഞാൻ ഈ കഞ്ഞിയൊന്ന് വാർത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറികൾ വേണേ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊന്നും വേണ്ടമ്മേ, എല്ലാരും കഴിക്കുന്ന എന്താണോ അത് മതി എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് കഞ്ഞി വാർത്തോണ്ടിരിക്കുക. പെട്ടെന്നാണ് കഞ്ഞിക്കളം കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയത്. കഞ്ഞിയെല്ലാം കൂടെ കയ്യിലേക്ക് അങ്ങോട്ട് വീഴും. ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല വീഴുന്നേ. പെട്ടെന്ന് ഒരു നിമിഷം വേറെ ഞെട്ടിപ്പോയി. അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പിടിക്കുവാണ്. കൈയെല്ലാം ആസകലം പൊള്ളി. പെട്ടെന്ന് തന്നെ വേദ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഓയിൽമെന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. അങ്ങനെ ഓയിൽമെന്റ് എടുത്തോണ്ട് വന്നിട്ട് വേദ കമലയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പുരട്ടുവാണ്. സാരമല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കരച്ചിലും ബഹളവും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീജ നന്ദിനിയൊക്കെ ഓടി വരുവാണ്. അവരും കണ്ടിത്. അപ്പോഴേക്കും അങ്ങോട്ട് സുകുമാരൻ മാഷ് വന്നു. മാഷ് കണ്ടിത്,
മാഷ് ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് കയ്യിൽ ഓയിൽമെന്റ് പുരട്ടിക്കൊണ്ടിരിക്കുന്ന വേദനയെ കണ്ടേ. മാഷ് പറഞ്ഞു, ഓഹോ ഇപ്പൊ അടുക്കള കയറി ഭരണം തുടങ്ങിയോന്ന് ചോദിക്കുകയാണ് നീ ഇത്. പെട്ടെന്ന് തന്നെ വേദ പറഞ്ഞു, അത് പിന്നെ അച്ഛാ അതല്ല, ഞാൻ അമ്മയുടെ കൈ പൊള്ളി കഴിഞ്ഞപ്പോ. അച്ഛനോ? ആരുടെ അച്ഛൻ? അതെ, അച്ഛനെന്നുള്ള പരിഗണന എനിക്ക് തരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥാനം തരാനായിട്ട് നിന്നെ ഇവിടുത്തെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ടതും വേദയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. വേദ പറഞ്ഞു, ശരിയെന്ന് പറയാണ്. പറഞ്ഞു കേട്ടല്ലോ, നിനക്ക് ആ സ്ഥാനം ഇതിലായിട്ടും പതിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ അടുക്കള ഭരണം വേണ്ട. ഇവിടെ എന്ത് സംഭവിച്ചാലും നിനക്ക് ഇങ്ങോട്ട് കയറേണ്ട കാര്യമില്ലെന്ന് പറയണ. പെട്ടെന്ന് കമൽ പറഞ്ഞു, മോള് എന്റെ കൈ പൊള്ളിക്കഴിഞ്ഞപ്പോ അത് ഇച്ചിരി ഓയിൽമെന്റ് പുരട്ടാനായിട്ട് വന്നാ മാഷെ. അതിന് മോളെ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദേ കമലെ, നിന്നോട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുന്ന, പിന്നെ ഇതിനെ അതേക്കുറിച്ചൊരു സംസാരം വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയണം. ഈ സമയം ഒന്നും മിണ്ടാതെ വേദം മുറിയുന്ന അങ്ങോട്ടേക്ക്, അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ്. വേദയ്ക്ക് നല്ല വിഷമമായി. ഒരു പക്ഷെ താൻ ആ സമയത്ത് ഓടിച്ചെന്ന അമ്മയുടെ കൈ പൊള്ളിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലത്തില്ലായിരുന്നു. ഇനിയിപ്പോ പോകുന്നില്ല എന്നങ്ങനെ വിഷമം മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു മടുപ്പ്, ഒന്നും ജോലികളൊന്നും ചെയ്യാനില്ലാത്ത പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തകൾ കൂടും. പിന്നെ ഓർത്തു, ഒരു കാര്യം ചെയ്യാം, വിക്രത്തിന്റെ മുറിയിലേക്കില്ല, അവിടേക്കൊന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടാം എന്നൊക്കെ കരുതിയിട്ട് ചൂലുമായിട്ട് നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് പോവാം. ആ മുറി കയറുന്നതിന് ആരുടെ അനുമതി വേണ്ടല്ലോ, ആ മുറി കയറി കാര്യങ്ങളൊക്കെ ചെയ്യാലോ. ആ സമയം വിക്രം പുറത്തു പോയേക്കുമായിരുന്നു. വിക്രം അവിടെ ഇല്ലായിരുന്നു. പിന്നീട് വേദം മുറി കയറി എല്ലാം അടുക്കി പെറുക്കി വെച്ചെല്ലാം നീറ്റായിട്ട് വെക്കുവാണ്. എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കുവാണ്. അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്താണ് വിക്രത്തിന്റെ വരവ് അങ്ങോട്ട്. വിക്രം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദം മുറിയിലുണ്ട്. വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ കാഴ്ച കണ്ടപ്പോഴത്തേനും. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ കയറിയെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ, ഇവിടെയൊക്കെ അപ്പടി പൊടി ഇതൊക്കെ ആയതുകൊണ്ട് അടിച്ചു വരാൻ തന്നെ തീരുമാനിച്ചു. അതെ, ഇവിടെയൊക്കെ അടിച്ചു വരാനായിട്ട് അമ്മ ചെയ്തോളും, അല്ലെ ശ്രീ ചേച്ചി ചെയ്തോളും എന്ന് പറയണം. ഓ, അമ്മയാണോ ഇപ്പോഴും മുറിയൊക്കെ അടിച്ചു വരണ്ടേ? വിക്രത്തിന് അറിയില്ല അവനെ സ്വന്തം മുറി നല്ല വൃത്തിയാക്കി ഇടാനായിട്ട്. ഇത്രയും കാള പോലെ വളർന്നു വന്നല്ലോ, എന്നിട്ട് എന്താ ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്ന് ചോദിക്കും. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാന്ന് പറയണം. ഓ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറയണം. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്യുക, അവിടെ ഇരിക്കുന്ന ഫയലൊക്കെ എടുത്തുകൊണ്ടുപോയി ആ ഡ്രോയ്ക്കകത്തേക്ക് തള്ളിക്കയറ്റിയൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ചിരിയാ വന്നേ. വേദം നോക്കി. പെട്ടെന്ന് വിക്രം പറഞ്ഞു, അതെ, നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല, നീ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ കൊള്ളാന്ന് പറയണം. ഞാനെങ്ങോട്ട് പോകാനായിട്ട്? എന്റെ കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവിന്റെ മുറിയല്ലേ ഇത്, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ, ഞാൻ ഇവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിക്കും. വേദ ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഇനിയിപ്പം എല്ലാരെയും വിശ്വസിപ്പിച്ചാൽ മതിയാവുള്ളൂ, താനും വിക്രം തമ്മിൽ ബന്ധമുണ്ടെന്ന്. അത് നോക്കിയിട്ടൊരു മാർഗം കാണുന്നുള്ളൂ. തനിക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ, താൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ വിക്രം തന്നെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ തനിക്ക് ഇവിടെ വിലയുള്ളൂ മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത നടപടി അതാണ്. ഈ സമയം വേദയോട് ചോദിച്ചു, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല. അല്ല, വേദാളെ ആലോചിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ഒരു തന്ത്രമാണ്. എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു, അല്ലെ നീ മുറിന്ന് ഇറങ്ങിക്കോളാൻ പറയണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഞാൻ എന്താ ആലോചിക്കാനായിട്ട്, ഞാനൊന്നും ആലോചിച്ചില്ല, ഞാൻ ഈ മുറിയൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടോ പോകുന്നുള്ളൂ പറയണം. പിന്നീട് വിക്രത്തിനോട് അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് വേദ എല്ലാം നീറ്റാക്കി വെക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ട് വിക്രം ഒരു നിമിഷം നോക്കി. തന്റെ മുറിയാണെന്ന് പോലും ചിന്തിച്ചു പോയി. നല്ല ക്ലീൻ ആക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. പിന്നീട് വിക്രം പറഞ്ഞു, അതെ, ഇങ്ങനെ നീറ്റാക്കി വെച്ചോണ്ടൊന്നും കാര്യമൊന്നുമില്ല, നിന്നെ ഞാൻ അംഗീകരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ആയിക്കോട്ടെ, അംഗീകരിക്കേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല അംഗീകരിക്കണമെന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ എന്നെ അംഗീകരിക്കണമെന്ന്. പിന്നെ എന്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളാണല്ലോ എന്ന് ഓർത്താ ഞാനീക്കെ ചെയ്തു തരുന്നേ. അത് എപ്പോഴും ഇങ്ങനെ ചെയ്തു വരുന്നതും ഓർക്കണ്ട. ഇതിങ്ങനെ നീറ്റാക്കി ഇട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കിടക്കണം, അല്ലെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറുമെന്ന് പറയാം. നീ എന്ത് ചെയ്യും? ഞാൻ എന്തു ഞാൻ കാണിച്ചു തരാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വെല്ലുവിളിക്കാണ്. അവസാനം വേദ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതൽ ഞാൻ ഈ മുറിയിലാ കിടക്കാൻ വരണമെന്ന് പറയണം. ഈ മുറിയിലോ? അതെ, എന്റെ ഭർത്താവിന്റെ മുറിയിലല്ലേ ഞാൻ കിടക്കണ്ടേ? അതൊന്നും വേണ്ട, നീ ഹാളിലല്ല കിടന്നേ, അവിടെ തന്നെ കിടന്നാ മതി എന്ന് പറയണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, പറ്റില്ല, എന്റെ ഭർത്താവിന്റെ മുറിയിൽ തന്നെ ഞാൻ വന്ന് കിടക്കൂന്ന് പറയണം. വേദ പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. കാരണം വിക്രത്തിനെ ജയിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പെട്ടെന്ന് വിക്രം വേദയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. പിന്നീട് വേദയുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, ഓഹോ, അപ്പൊ നീ ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു? അതെ, കിടക്കാൻ തീരുമാനിച്ചു. അന്നാ ഇന്ന് ഞാൻ പുറത്ത് ഞാൻ ചവിട്ടിത്തള്ളി താഴിടുന്ന് പറയണം. ഓ, അങ്ങനെയാണോ? അന്ന് അതൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞ് രണ്ടുപേരും വെല്ലുവിളികൾ നടത്തുവാണ്. പിന്നീട് വേദ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം, കേറിയത് കേറി, മേലായി മുറിക്കകത്തേക്ക് കാല് കുത്തിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടെന്ന് വേദ പറഞ്ഞു, നോക്കാം, നമുക്ക് കാല് കുത്തണം കൈ കുത്തണം ഞാനാ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. വേദ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങനെ ആലോചിച്ചു. വിക്രത്തിന് മനസ്സിലായി ഇവള് പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. കാരണം ഇവള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ കഴുത്തിൽ താൻ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ ആ താലിയുടെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പെട്ടെന്നൊന്നും പോകുന്ന പെൺകുട്ടിയല്ല. അല്ലെങ്കിൽ അവള് ഇത്ര കോടികൾ ആസ്തിയുള്ളവളാ. അവൾ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഒന്നുമില്ലാത്ത തന്നോടൊപ്പം തന്നെ പോലുള്ള ഒരു ഗുണ്ടയോടൊപ്പം വന്ന് കഴിയണമെങ്കിൽ അവൾ ആ താലിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നേന്നുള്ള ഒരു ചിന്ത വിക്രത്തിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. വിക്രത്തിന് പിന്നീട് വേദയോട് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുവാണ്. അവളെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ താൻ ഇത്രയും അവളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടും അവള് പോകാതെ തന്നോടൊപ്പം ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മനസ്സിലൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.